ശബരിമല സ്വർണ്ണമോഷണ കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ ജാമ്യാപേക്ഷ കോടതി ഇതാ തള്ളിയിരിക്കുന്നു. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യ ഹർജി തള്ളിയത്. രാജ്കുമാർ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായി ചേരുകയാണ്. രാജ്കുമാർ, ഈ SIT അന്വേഷണത്തിൽ നിന്ന് കുതറി മാറാനായി ആരുടെയും ജാമ്യാപേക്ഷ ഇതുവരെയും കോടതി പരിഗണിക്കാത്തൊരു സാഹചര്യമുണ്ട്. ജാമ്യം എന്നതേ ഈ കേസിൽ പരിഗണിക്കാത്തൊരു സാഹചര്യം. നോക്കൂ, ഇവിടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജി വീണ്ടും തള്ളുകയാണ് കോടതി. എന്തൊക്കെയാണ് ഇന്നത്തെ വിവരങ്ങൾ? രണ്ട് കേസുകളിലെയും ജാമ്യ ഹർജിയാണ് കൊല്ലം വിജിലൻസ് കോടതി തള്ളിയത്. ആദ്യം അറസ്റ്റിലായ ആളാണെന്നും റിമാൻഡ് 90 ദിവസമാകുന്നുവെന്ന് പോറ്റിയുടെ അഭിഭാഷകർ കോടതിയിൽ വാദിച്ചു. ഇനിയും 90 മുതൽ കണ്ടെത്താനുണ്ടെന്നും SIT കോടതിയെ അറിയിച്ചു. ഇത് അംഗീകരിച്ചാണ് ജാമ്യ ഹർജി തള്ളിയത്. രണ്ടാം തവണയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യം നിഷേധിക്കുന്നത്. അതായത് രാജ്കുമാർ, ഇതിനകത്ത് ഈ ജാമ്യ ഹർജി തള്ളി എന്നുള്ളത് മാത്രമല്ല, ഇതിനകത്ത് കാണേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ SIT അറസ്റ്റ് ചെയ്ത പ്രതികൾക്കാർക്കും ജാമ്യം നൽകിയിട്ടില്ല കോടതി. ഒന്ന്. രണ്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട് പല ഘട്ടത്തിലുമുള്ള ഇടക്കാല റിപ്പോർട്ടുകൾ തൃപ്തിയാണ് കോടതികൾ രേഖപ്പെടുത്തുന്നത്, ഹൈക്കോടതിയിലായാലും അടക്കം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇവിടെ കാണേണ്ടത് ഈ SITയുടെ പഴുതടച്ചുള്ള നീക്കമാണ് ഒരുപക്ഷെ കോടതിയിൽ അംഗീകരിക്കുന്നത്. ജാമ്യം നിഷേധിക്കപ്പെടുമ്പോൾ അംഗീകരിക്കപ്പെടുന്ന അന്വേഷണത്തിൻ്റെ കൂടുതൽ സംശുദ്ധിയാണ്. ആ അർത്ഥത്തിൽ കൂടി കാണാം കോടതിക്ക് പുറത്ത്, അല്ലേ രാജ്കുമാർ? അതെ, തീർച്ചയായിട്ടും. അതിൽ ഈ ഒരു സംഭവം കൂടാതെ ഈ ഗോവർദ്ധൻ, ഭണ്ഡാരി, ബൈജു, സുധീഷ് എന്നിവരെ കൂടി ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇവരുടെ റിമാൻഡ് എക്സ്റ്റൻഷനും അപ്പോൾ നീക്കിയിട്ടുണ്ട്. ഇത് കൂടാതെയാണ് ഇന്നിപ്പോൾ ഈ ശങ്കർദാസിന്റെ ജാമ്യാപേക്ഷയും ഇന്ന് കോടതിയിൽ എത്തിയിരുന്നു. RSP നേതാവ് കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ കിടപ്പിലാണ്, ബോധാവസ്ഥയിലാണെന്ന് ചൂണ്ടിക്കാണിച്ച് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ അതിന്റെ മെഡിക്കൽ റിപ്പോർട്ടും ഫോട്ടോ സഹിതം ഹാജരാക്കിയിരുന്നു. ഈ കേസിലും നിലവിൽ ഇപ്പോൾ കോടതിയുടെ തീരുമാനം ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. അതായത് ഈ പോറ്റി ഇന്ന് ജാമ്യാപേക്ഷയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? കാരണം ഇത്ര ദിവസമായി ആദ്യം അറസ്റ്റ് ചെയ്താണ് മുഖ്യപ്രതി ആണെങ്കിൽ പോലും ഇത്തരം വാദങ്ങളായിരുന്നു നിരത്തിയത്. എന്തൊക്കെയായിരുന്നു പ്രോസിക്യൂഷൻ അതിനെ എതിർത്ത് നിരത്തിയ വാദങ്ങൾ? ഇനിയും 90 മുതൽ കണ്ടെടുക്കാനുണ്ടെന്നായിരുന്നു SIT കോടതിയെ അറിയിച്ചത്. ഇത് ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം വാജിവാഹനം ഉൾപ്പെടെയുള്ളത് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അത് തന്ത്രിയുടെ വീട്ടിൽ നിന്നാണ് അത് കണ്ടെടുത്തത്. കോടികൾ വില മതിക്കുന്നതാണ്. അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്താണ് അതിന്റെ ഒരു മോഹവില എന്ന് പറയുന്നത്. അത് പഞ്ചലോഹത്തിൽ നിർമ്മിച്ചതും അതിന്റെ പുറത്ത് സ്വർണം പൂശിയതുമാണ്. അത് ഈ തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അത് ശബരിമലയിലെ തന്നെയാണോ അതോ മറ്റെവിടെയെങ്കിലും ഉള്ളതാണോ, എങ്ങനെയാണ് തന്ത്രിയുടെ പക്കൽ എത്തിയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനി കോടതി അറിയിക്കണം. ഇതുപോലെ നിരവധി കാര്യങ്ങളിൽ തുമ്പ് കണ്ടെത്താനുണ്ട്. അതിന് ഇയാൾ കസ്റ്റഡിയിലുണ്ടെങ്കിലേ പറ്റൂ, പുറത്തിറങ്ങിയാൽ തെളിവ് നശിപ്പിക്കും എന്ന കാര്യത്തിലാണ് ഇന്ന് കോടതിയിൽ ഈ വാദിച്ചത് SIT. തന്ത്രിയുടെ ജാമ്യാപേക്ഷ ഇനി 19-നാകും പരിഗണിക്കുക കോടതി, ഇന്നലത്തെ അറിവ് ശരിയാണെങ്കിൽ, അല്ലേ? അതെ, ഈ നിലവിലും തന്ത്രിയുടെ ആണെങ്കിലും ഈ ജാമ്യാപേക്ഷയൊക്കെ തള്ളാൻ തന്നെയാണ് സാധ്യത. ഇതിലിപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേത് 90 ദിവസത്തെ ഇത്രയും ദിവസമായിട്ടും ജാമ്യം രണ്ടാം തവണയും തള്ളിയിട്ടുണ്ടെങ്കിൽ അതും അങ്ങനെ തന്നെ ആകാനാണ് സാധ്യത. മറിച്ചൊരു നീക്കത്തിനുള്ളൊരു സാധ്യതയില്ല. ഇപ്പോൾ ഈ വാജിവാഹനം ഉൾപ്പെടെ തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ അതും അങ്ങനെ തന്നെ പോകാനാണ്. പുറത്തുവിട്ടാൽ ഇവരെല്ലാം തെളിവുകൾ നശിപ്പിക്കും. ഉന്നത ബന്ധമുള്ളവരാണ്. ആത്മീയമായ പല ആളുകളുമായി വലിയ അടുപ്പം പുലർത്തുന്നു. അതുകൊണ്ട് തന്നെ സാക്ഷികളെ സ്വാധീനിക്കുന്നതിനും തെളിവ് നശിപ്പിക്കുന്നതിനും ഇവർ മുൻകൈ എടുക്കും എന്നുള്ള ആ ഒരു വാദവും കൂടി SIT നിലവിൽ നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അത് ഇനിയും SIT അതേ വാദം തന്നെ തുടരും. തീർച്ചയായും ഈ വാജിവാഹനത്തിൻ്റെ കാര്യവും പരിശോധിക്കപ്പെട്ടു പറഞ്ഞു, അല്ലേ? കാരണം വാജിവാഹനം എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ്റെ വാഹനം കുതിരയാണ്. ഈ അയ്യപ്പ ക്ഷേത്രങ്ങളിലൊക്കെ കൊടിമരത്തിന് മുകളിൽ ഈ വാജി വാഹനമാണ് യഥാർത്ഥത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രതീകമാണ്, അത്രയേറെ പ്രാധാന്യമുള്ളതാണ്. അതിന് പഞ്ചലോഹമോ സ്വർണം പൂശിയതോ എന്നത് മാത്രമല്ല, അതിന് ഒരു ഡിവൈൻ വാല്യൂ വിശ്വാസികൾ നൽകുന്നുണ്ട്. അതൊക്കെ ഈ വിഷയങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ പരിഗണിക്കണം എന്നൊക്കെ ഈ കാര്യത്തിലും ആവർത്തിച്ചു, അല്ലേ, കോടതിയിൽ SIT, അല്ലേ? തീർച്ചയായും. ഇത് ആദ്യം 1988 വിജയ് മല്യ ഇവിടെ ഈ കൊടിമരം എന്ന് പറയുന്നത് തടിയിൽ തീർത്തതായിരുന്നു ശബരിമല സന്നിധാനത്തുള്ളത്. അത് താൻ സ്വർണം പൂശി തരാം, പക്ഷെ അതിന് പകരമായി എനിക്ക് വാജിവാഹനം വേണമെന്ന് അയാൾ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അത് പിന്നീട് അദ്ദേഹത്തിന് അത് നൽകിയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അതിനുശേഷം പിന്നീടാണ് 2008
വീണ്ടും ഇതേ ആവശ്യം വരികയും ഈ വാജിവാഹനം അവിടെ മറ്റ് ഈ സ്വർണം പൂശിയ സ്ഥലത്ത് വീണ്ടും അവിടെ നിർമ്മിക്കുകയൊക്കെ ചെയ്യുന്നത് ശ്രീകോവിൽ സ്വർണം പൊതിയുന്ന ഒരു ഇതൊക്കെ ഉണ്ടായത്. ഇതിലൊക്കെ ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ അന്ന് ഇത് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതിൽ ഈ പഴയ ഇത് തന്നെയാണോ ഈ വാജിവാഹനം എന്ന് തന്ത്രിയുടെ പക്കലുള്ളത്, ശബരിമലയിൽ തന്നെയാണോ എന്നൊക്കെ തുടങ്ങിയ പലതരത്തിലുള്ള സംശയവും ആശങ്കയും SITക്കുണ്ട്. അത് അതിന്റെ കാലപ്പഴക്കം ഈ കൊടിമരത്തിലാണ് പണ്ട് മെർക്കുറി ഒരു വിശ്വാസി കുടഞ്ഞതിനെ തുടർന്ന് അതിന്റെ എന്താണ് സ്വർണ്ണമൊക്കെ നിറം മാറിയ വിഷയമൊക്കെ പണ്ടുണ്ടായത് ഇതുമായി ബന്ധപ്പെട്ടാണ് അല്ലേ? ഓർമ്മയുണ്ടോ? ശരി. അതെ, ഈ മെർക്കുറിയുമായി ബന്ധപ്പെട്ടത് ഈ നിറം സാധാരണഗതിയിൽ ഇത്തരം കെമിക്കലുകൾ വീണാൽ തന്നെ സ്വർണം പൂശിയ സ്ഥലത്ത് അത് സ്വർണം ഇതൊക്കെ വളരെ നേർത്ത രൂപത്തിലായതുകൊണ്ട് അതിനെല്ലാം കെമിക്കൽ പരമായ റിയാക്ഷൻസ് ഉണ്ടാകുന്നത് പതിവാണ്. പക്ഷെ അതേസമയം തന്നെ വാദ്യവാഹനത്തിന്റെ കാര്യത്തിനകത്ത് നിലവിൽ തന്ത്രിയുടെ വീട്ടിൽ നിന്ന് SIT കണ്ടെടുത്തത് അത് ഈ ശബരിമലയിലാണോ എന്ന് തന്നെ ഉറപ്പിക്കേണ്ടതുണ്ട്. നിരവധി കാര്യങ്ങൾ ഉറപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ജാമ്യം ഇതുവരെയും SITയുടെ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണെന്നതിന് ഏറ്റവും ഉത്തമമായ തെളിവാണ് ആർക്കും ജാമ്യം ലഭിക്കുന്നില്ല. SIT അറസ്റ്റ് ചെയ്ത ആർക്കും ജാമ്യം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അത് തന്ത്രിയുടെ കാര്യത്തിലും അതെ. ഇപ്പോൾ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജിയും തള്ളുകയാണ് കോടതി.